കോഴിക്കോട് താമരശ്ശേരിയിലെ ജ്വല്ലറിയിൽ കവർച്ച നടത്തിയ സംഘത്തിലെ എല്ലാവരും പിടിയിലായി. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുഖ്യപ്രതി നവാഫിന്റെ സഹോദരൻ നിസാർ, സുഹൃത്ത് മുഹമ്മദ് നിഹാൽ എന്നിവരെയാണ് ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. കവർന്ന സ്വർണത്തിന്റെ ഭൂരിഭാഗവും പ്രതികളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ജനുവരി 24 പുലർച്ചെ 1 മണിക്കും 5:30ക്കും ഇടയിലാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും 25 മീറ്റർ മാത്രം അകലെയുള്ള റനാഗോൾഡിൽ കവർച്ച നടക്കുന്നത്. ചുമർ തുരന്ന് ഉള്ളിൽ കയറിയ കവർച്ചാ സംഘം CCTV ക്യാമറയിൽ സ്പ്രേ പെയിന്റ് അടിച്ച ശേഷം ലോക്കർ തകർത്ത് 50 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. താമരശ്ശേരി മുതൽ കോഴിക്കോട് കൊണ്ടോട്ടി വരെയുള്ള 100ഓളം CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ സൂചനയൊന്നും ലഭിച്ചിരുന്നില്ല. താമരശ്ശേരിയിൽ തന്നെയുള്ള മുൻ കുറ്റവാളികളെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിനിടെ നവാഫിന്റെ കുടുംബം താമരശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്നതായി പോലീസ് മനസ്സിലാക്കി. വാടകയ്ക്ക് താമസിക്കുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനിടെ പ്രതി പെട്ടെന്ന് വീടൊഴിഞ്ഞു പോയതും സംശയത്തിനിടയാക്കി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നവാഫും സഹോദരൻ നിസാറും കോഴിക്കോട് ഒളവണ്ണ സ്വദേശി മുഹമ്മദ് നിഹാലും ചേർന്നാണ് കവർച്ച നടത്തിയതെന്ന് കണ്ടെത്തി. സബ്സിക്വന്റ്ലി നമുക്ക് CCTV ക്യാമറയിൽ അറിയാം 3 പ്രതികൾ ഉണ്ടായിരുന്നു. സബ്സിക്വന്റ്ലി നമുക്ക് ബാക്കി 2 പ്രതികളുടെ ലൊക്കേഷൻ എറണാകുളം ഭാഗത്താണെന്നുള്ള കാര്യത്തിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയതും നമ്മുടെ ടീം എറണാകുളത്ത് പോയി. ഇന്നലെ നൈറ്റ് നമുക്ക് ആ പ്രതികൾ അവിടെ ഒരു വാടക മുറിയിലായിരുന്നു. അവിടുന്ന് നമുക്ക് അവരെ ട്രേസ് ചെയ്ത് ആ വാടക മുറിയിൽ തന്നെ നമുക്ക് അവിടെയും കുറച്ച് റിക്കവറി നമുക്ക് കിട്ടി. അതുകൂടാതെ ഇവര് പലയിടത്തും കൊടുത്തായി പലയിടത്തും വെച്ചായ കുറച്ച് റിക്കവറിയും കൂടിയുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആദ്യം പ്രതിയെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പണമുണ്ടാക്കുന്നതിനും ആഡംബര ജീവിതം നയിക്കുന്നതിനും വേണ്ടിയാണ് കളവ് നടത്തിയതെന്ന് പ്രതികൾ മൊഴി നൽകി. താമരശ്ശേരി DYSP P പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത്. മീഡിയ 1 കോഴിക്കോട്.